ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്തമാറ്റിക്സിലെ അരിത്മെറ്റിക് സീക്വൻസസ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദി ഓൾജിബ്രായിക് ഫോം ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 5n+3. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 5n+3 ആണ്. ക്വസ്റ്റ്യനെ വാട്ട് ഈസ് ദി ഫസ്റ്റ് ടേം ഓഫ് ദി സീക്വൻസ്? ശ്രേണിയുടെ ആദ്യ പദം എന്ത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദി റിമൈൻഡർ ഇഫ് ദി ടേംസ് ഓഫ് ദി സീക്വൻസ് ആർ ഡിവൈഡഡ് ബൈ 5? ഈ ശ്രേണിയിലെ പദങ്ങളെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എന്താണ്? ഇത് 2018 SSLC പബ്ലിക് എക്സാമിന് 2 മാർക്കിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കിതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് ഫോം 5n+3 എന്നാണെന്ന് പറഞ്ഞു. ഇതിനെ നമുക്ക് xn എന്നാക്കി എഴുതാം. xn = 5n+3. xn = dn + f - d എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു അരിത്മെറ്റിക് സീക്വൻസിനെ ഓൾജിബ്രായിക് ഫോമിൽ എഴുതുമ്പോൾ കോമൺ ഡിഫറൻസ് ആയിരിക്കും n-ൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത്. ഓൾജിബ്രായിക് ഫോമിൻ്റെ 2 കോഎഫിഷ്യൻറ്റുകളും ആഡ് ചെയ്താൽ അരിത്മെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടുകയും ചെയ്യുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശ്രേണിയുടെ ആദ്യ പദം എഴുതാനാണ്. അതായത് ഫസ്റ്റ് ടേം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ടേം കാണാനായിട്ട് ഓൾജിബ്രായിക് ഫോമിൻ്റെ 2 കോഎഫിഷ്യൻറ്റുകളും ആഡ് ചെയ്താൽ മതിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ നമ്മുടെ ഓൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത് 5n+3 എന്നാണ്. അതായത് കോഎഫിഷ്യൻസ് 5ഉം 3ഉം ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈം കിട്ടാനായിട്ട് 5 + 3 ആഡ് ചെയ്യണം. 5 + 3 = 8. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ടേം 8 ആണ്. ഇതല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലും നമുക്കിത് കണ്ടെത്താം. ഒരു ഓൾജിബ്രായിക് ഫോമിലെ അതായത് ബീജഗണിത രൂപത്തിൽ n എന്ന ഭാഗത്ത് 1 എന്ന് ചേർത്ത് അതിൻ്റെ ആൻസർ കണ്ടെത്തി കഴിഞ്ഞാലും നമുക്കിതിൻ്റെ ഫസ്റ്റ് ടേം കണ്ടെത്താൻ സാധിക്കും. n-ൻ്റെ സ്ഥാനത്ത് 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ടേം കണ്ടെത്താനും കഴിയും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്നത് സെലക്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ 5n+3 എന്നുള്ളത് 5 × 1 + 3 എന്നാകുന്നു. അതായത് 5 + 3 = 8 എന്ന ആൻസർ ലഭിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം. ശ്രേണിയിലെ ടേംസിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡറാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഫസ്റ്റ് ടേമിനെ കണ്ടെത്തിയല്ലോ. ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേമിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ റിമൈൻഡർ ലഭിക്കാൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമിനെ 5 കൊണ്ട് ഹരിച്ച് നോക്കാം. ഫസ്റ്റ് ടേം 8 ആണ്. 8-നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 3 എന്ന് ലഭിക്കുന്നു. ഇനി നമുക്ക് ഈ സീക്വൻസിലെ മറ്റൊരു ടേമിനെ നോക്കാം. സെക്കൻഡ് ടേം നോക്കാം. ആദ്യം സെക്കൻഡ് ടേം നമ്മൾ നേരത്തെ ഫസ്റ്റ് ടേം കണ്ടെത്തിയതുപോലെ കണ്ടെത്തണം. 5n+3 എന്നുള്ളിടത്ത് n-ൻ്റെ അടുത്ത് 2 എന്നാക്കി കൊടുത്തു. അപ്പോൾ 5 × 2 + 3 = 13 എന്ന് ലഭിക്കുന്നു. 13-നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 3 എന്ന് തന്നെയാണ് ലഭിക്കുന്നത്. ഈ സീക്വൻസിലെ ഏത് ടേമിനെ 5 കൊണ്ട് ഹരിച്ചാലും റിമൈൻഡർ 3 തന്നെയാണ് ലഭിക്കുക. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദി സം ഓഫ് ഫസ്റ്റ് ടേം ആൻഡ് തേർഡ് ടേം ഓഫ് എൻ AS ഈസ് 18 ആൻഡ് ദി സം ഓഫ് സെക്കൻഡ് ടേം ആൻഡ് ഫോർത്ത് ടേം ഈസ് 26. ഒരു സമാന്തര ശ്രേണിയുടെ ഒന്നാം പദത്തിൻ്റെയും മൂന്നാം പദത്തിൻ്റെയും തുക 18ഉം രണ്ടാം പദത്തിൻ്റെയും നാലാം പദത്തിൻ്റെയും ആകെ തുക 26ഉം ആകുന്നു. എ ക്വസ്റ്റ്യൻ, ഫൈൻഡ് സെക്കൻഡ് ടേം, രണ്ടാം പദം കണ്ടെത്തുക. ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഫോർത്ത് ടേം, നാലാം പദം കണ്ടെത്തുക. ഒന്നാം പദത്തിൻ്റെയും മൂന്നാം പദത്തിൻ്റെയും തുക 18 ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് x1 + x3 = 18 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ മധ്യപദം കാണാൻ അതായത് x2 = 2b = a + c എന്നൊരു സമവാക്യം നാം പഠിച്ചിട്ടുണ്ട്. x1-നെ a എന്നും x3-യെ c എന്നും എടുത്താൽ b = a + c/2 എന്ന് വരുന്നു. അതായത് 18/2. അപ്പോൾ ആൻസർ 9 എന്ന് ലഭിക്കും. അതായത് മധ്യപദം x2 = 9 എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം.
രണ്ടാം പദവും നാലാം പദവും കൂട്ടിയാൽ 26 കിട്ടുമെന്ന് കൊടുത്തിരിക്കുന്നു. അതായത് x2 + x4 = 26. ഇവിടെ x2 = 9 എന്നത് നമുക്ക് കിട്ടിയതാണ്. ഇതിനെ ഈ ഇക്വേഷനിൽ ചേർക്കണം. അഥവാ 9 + x4 = 26. അപ്പോൾ x4 = 26 - 9 = 17 എന്ന് ലഭിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദി അരിത്തമെറ്റിക് സീക്വൻസ് 4, 8, 12 ഫൈൻഡ് കോമൺ ഡിഫറൻസ് 10th term, nth term, sum of 10th terms is 100 a term of the sequence. 4, 8, 12 എന്നിങ്ങനെ ഒരു സമാന്തര ശ്രേണി നൽകിയിരിക്കുന്നു. ഇതിൻ്റെ പൊതുവ്യത്യാസം കാണാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. പൊതുവ്യത്യാസം ലഭിക്കാൻ സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കുറച്ചാൽ മതി. അപ്പോൾ d = x2 - x1 എന്നാകുന്നു. ഇവിടെ സെക്കൻഡ് ടേം 8ഉം ഫസ്റ്റ് ടേം 4ഉം ആകുന്നു. അതുകൊണ്ട് 8 - 4 ആൻസർ 4 എന്ന് ലഭിക്കുന്നു. അപ്പോൾ ഈ ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 4 എന്നാകുന്നു. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ 10th ടേം അഥവാ 10ാം പദം കണ്ടെത്താനാകുന്നു. 10ാം പദം കണ്ടെത്താനായി ഒന്നാം പദത്തിലേക്ക് 9 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. ഇവിടെ കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേം 4 എന്നാണ്. അപ്പോൾ 10th ടേം 4 + 9 × 4 എന്നാകുന്നു. അതായത് ആൻസർ 40 എന്ന് ലഭിക്കും. ഇതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഈ സീക്വൻസിൻ്റെ എന്നാ പദം എഴുതുക അല്ലെങ്കിൽ nth ടേം എഴുതുക എന്നതാണ്. നമ്മൾ നേരത്തെ പഠിച്ചു xn = dn + f - d എന്നൊരു ഇക്വേഷൻ. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നതായിരിക്കും കോമൺ ഡിഫറൻസ് ആ സീക്വൻസിൻ്റെ എന്ന്. ഇവിടെ നമ്മളപ്പം എന്നിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് കോമൺ ഡിഫറൻസ് നമ്മളെ അടുത്തുള്ള കോമൺ ഡിഫറൻസ് ചേർത്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് കിട്ടിയ കോമൺ ഡിഫറൻസ് 4 ആണ്. അപ്പോൾ d എന്ന ഭാഗത്ത് 4n എന്ന് വരും. 4n + f - d. f - d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസിലേക്ക് എത്ര ആഡ് ചെയ്താലാണ് ഫസ്റ്റ് ടേമിൽ എത്തുക എന്നുള്ളതാണ്. ഇവിടെ ഫസ്റ്റ് ടേമും 4 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് ആയ 4ലേക്ക് എത്ര ആഡ് ചെയ്താലാണ് ഫസ്റ്റ് ടേം കിട്ടുക എന്ന് നോക്കാം. ഇവിടെ 2 4 തന്നെ ആയതുകൊണ്ട് 4ലേക്ക് ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ടതില്ല. അപ്പോൾ നമുക്കിവിടുത്തെ nth ടേം കിട്ടും. ഇവിടുത്തെ nth ടേം xn = 4n എന്നാണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ 10 ടേംസിൻ്റെ സമ്മ് കാണാനാണ്. സമ്മ് കാണാനായിട്ട് Sn = n/2 × x1 + xn എന്നൊരു ഇക്വേഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. ഇവിടെ നമുക്ക് നേരത്തെ കിട്ടിയവ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണം. ഇവിടെ n = 10 എന്നാണ്. x1 = 4 എന്ന് തന്നിരിക്കുന്നു. ഇത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ S10 = n/2 × x1 + xn എന്നുള്ളത് S10 = 10/2 × 4 + xn എന്ന് വരുന്നു. ഇവിടെ xn എന്ന് പറയുമ്പോൾ x10 എന്നാണ്. xnൻ്റെ ഇക്വേഷൻ നമുക്കറിയാം 4n എന്നാണ് നമുക്ക് കിട്ടിയത്. x10ഉം നമ്മൾ കണ്ടെത്തിയതാണ് 40. അല്ലെങ്കിൽ xnൻ്റെ ആ എന്നിൻ്റെ ഭാഗത്ത് 10 കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി കണ്ടെത്താം. ഇക്വേഷനിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ S10 = 10/2 × 4 + 40 എന്നാകുന്നു. ദെൻ 10/2 × 44 10/2 ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടുന്നു. 5 × 44 = 220 എന്ന് കിട്ടും. സോ ദി സം ഓഫ് 10 ടേംസ് ഈസ് ഈക്വൽ ടു 220. അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 100 ഈ സീക്വൻസിലൊരു ടേം ആണോ എന്നാണ്. ഇതൊരു ടേം ആണോ എന്ന് കണ്ടെത്താനായിട്ട് ഫസ്റ്റ് ഈ സീക്വൻസിൽ നമുക്ക് തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു ടേമിനെ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് 8 ആണ്. ഒരു എക്സാമ്പിളായിട്ട് എടുക്കുന്ന 8 ആണ്. 8നെ നമുക്ക് കോമൺ ഡിഫറൻസ് ആയ 4 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 8നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 4 × 2 8. അപ്പോൾ ശിഷ്ടം 0 ശിഷ്ടം കിട്ടും. അപ്പോൾ ഇനി ഈ 100നെ ഈ കോമൺ ഡിഫറൻസ് കൊണ്ട് ഹരിച്ചു നോക്കുക. അപ്പോൾ റിമൈൻഡർ നേരത്തെ കിട്ടിയ അതേ റിമൈൻഡർ ആണെങ്കിൽ ഇത് ഈ സീക്വൻസിലൊരു ടേം ആണെന്ന് നമുക്ക് തെളിയിക്കാം. ഇനി 100നെ നമുക്ക് 4 കൊണ്ട് ഹരിച്ചു നോക്കാം. 100ൽ 25 പ്രാവശ്യം 4 ഉണ്ട്. അപ്പോൾ റിമൈൻഡർ 0 വരുന്നു. അപ്പോൾ റിമൈൻഡേഴ്സ് ആർ സെയിം. അപ്പോൾ അതുകൊണ്ട് 100 ഈ സീക്വൻസിലൊരു ടേം ആണ് തെളിയിക്കുക. ഒരു നമ്പർ ഈ സീക്വൻസിലെ ഒരു ടേം ആണോ എന്ന് കണ്ടെത്താനായിട്ട് ആ സീക്വൻസിലെ ഒരു ടേമിനെ അതിൻ്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറും ഈ നമ്പറിനെ
അതിൻ്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡറും സെയിം ആണെന്ന് നോക്കുക. സെയിം ആണെങ്കിൽ ഈ നമ്പർ ആ സീക്വൻസിലൊരു ടേം ആയിരിക്കും. ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് സ്ക്വയേഴ്സ് ഓഫ് ടേംസ് ഓഫ് ദി അരിത്തമാറ്റിക് സീക്വൻസ് 7, 11, 15 വിൽ നോട്ട് ഒക്വയർ ഇൻ ദി സീക്വൻസ്. 7, 11, 15 എന്ന സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ വർഗ്ഗങ്ങൾ ആ ശ്രേണിയിൽ ഉണ്ടാവില്ല എന്ന് തെളിയിക്കുക. ഈ സീക്വൻസിലെ ആദ്യ പദം അഥവാ ഫസ്റ്റ് ടേം 7 ആണ്. 7ൻ്റെ സ്ക്വയർ ആയ 49 ഈ ശ്രേണിയിലെ പദമല്ല. അതുപോലെ ഈ ശ്രേണിയിലെ ഒരു ടേമിൻ്റെയും സ്ക്വയർ ഈ സീക്വൻസിൽ വരില്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഒരു സീക്വൻസിൻ്റെ പദങ്ങളെ സൂചിപ്പിക്കുന്നത് അതിൻ്റെ nth ടേം അഥവാ പദമാണ്. nth ടേം xn dn + f - d എന്നാണ്. ഈ അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് 4 ആണ്. അപ്പോൾ nth ടേം 4n + 3 എന്നാകുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ ശ്രേണിയിലെ പദങ്ങളെ പൊതുവ്യത്യാസമായ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 3 എന്നാണ് റിമൈൻഡർ അഥവാ ശിഷ്ടം ലഭിക്കുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ശ്രേണിയിലെ പദങ്ങളുടെ വർഗ്ഗങ്ങൾ അഥവാ സ്ക്വയേഴ്സ് ഈ ശ്രേണിയിൽ ഇല്ലെന്നാണ്. ഒരു അരിത്തമാറ്റിക് സീക്വൻസിൽ ടേംസിനെ സൂചിപ്പിക്കുന്നത് xn എന്നാണ്. എങ്കിൽ അതിൻ്റെ സ്ക്വയറിനെ xn² എന്ന് പറയാം. xn = 4n + 3 ആയതുകൊണ്ട് xn² = 4n + 3² എന്നാകുന്നു. ഇത് a + b² എന്ന രൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് a² + 2ab + b² എന്ന രൂപത്തിൽ എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ 4n² + 2 × 4n × 3 + 3² എന്ന് എഴുതാം. 4n² എന്നാൽ 16n² എന്നാകുന്നു. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 16n² + 24n + 9 16n² + 24n 4ൻ്റെ ഗുണിതങ്ങളാണ്. 9നെ 4ൻ്റെ ഗുണിതമാക്കി 8+ എന്ന് എഴുതി നോക്കാം. അപ്പോൾ 16n² + 24n + 8 + 1 എന്നാകുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 കിട്ടുമെന്ന്. 16n² + 24n + 8 എന്നുവരെയുള്ളത് 4ൻ്റെ ഗുണിതങ്ങളാണ്. ശിഷ്ടം 1 ആണ് വരുന്നത്. ഇവിടെ ശിഷ്ടങ്ങൾ അഥവാ റിമൈൻഡർ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ഈ ശ്രേണിയിൽ പദങ്ങളുടെ സ്ക്വയേഴ്സ് ഉണ്ടാവുകയില്ല. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ദി സിക്സ്ത് ടേം 76 ആൻഡ് തേർഡ് ടേം 43 ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. ഒരു സമാന്തര ശ്രേണിയുടെ 6ാം പദം 76ഉം 3ാം പദം 43ഉം ആകുന്നു. ഫൈൻഡ് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം കണ്ടെത്തുക. റൈറ്റ് 11th ടേം ഓഫ് ദി സീക്വൻസ്, 11ാം പദം കണ്ടെത്തുക. ഇതാണ് ക്വസ്റ്റ്യൻ. 3ാം പദം 43 ആണെന്നും 6ാം പദം 76 ആണെന്നും നമുക്കിവിടെ തന്നിരിക്കുന്നു. നമ്മൾ 3ാം പദത്തിലേക്ക് ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ 4th ടേം കിട്ടുകയും 2 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ 5th ടേമും 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ 6th ടേമും കിട്ടുന്നു. അതായത് 3ാം പദത്തിൻ്റെയും 6ാം പദത്തിൻ്റെയും ഇടയിലുള്ള ഡിഫറൻസ് കോമൺ ഡിഫറൻസിൻ്റെ 3 ടൈംസ് ആയിരിക്കും. അതായത് 3d = x6 - x3. ഇവിടെ x6 എന്ന് പറഞ്ഞാൽ 76 ആണ്, x3 43 ആണ്. അപ്പോൾ 76 - 43 = 33 എന്ന് കിട്ടുന്നു. 3 കോമൺ ഡിഫറൻസ് 33 ആണ്. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എത്രയെന്ന് ചോദിച്ചാൽ 33/3 = 11. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 11 ആണ്. അടുത്തതായിട്ട് ഈ സീക്വൻസിലെ 11th ടേം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 11th ടേം കണ്ടെത്താനായിട്ട് 6th ടേമിലേക്ക് 5 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതിയാവും. 6th ടേം 76 ആണ്. അതിലേക്ക് കോമൺ ഡിഫറൻസ് 5 ടൈംസ് എന്ന് പറയുമ്പോൾ 5 × 11, അപ്പോൾ 76 + 55 എന്ന് കിട്ടും. ആൻസർ 131 എന്ന് കിട്ടുന്നു. 6th ക്വസ്റ്റ്യൻ. The algebraic form of the sum of first n terms of an AS is 2n² + 8n. How many consecutive terms of the sequence starting from first are to be added to get 330? ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ n പദങ്ങളുടെ തുകയുടെ ബീജഗണിത രൂപം 2n² + 8n ആകുന്നു. അങ്ങനെയെങ്കിൽ ആദ്യ പദം മുതൽ തുടർച്ചയായ എത്ര പദങ്ങൾ കൂട്ടിയാലാണ് തുക 330 കിട്ടുക?
ഇതാണ് നമ്മുടെ 6th ക്വസ്റ്റ്യൻ. ഇവിടെ n ടേംസ് ആഡ് ചെയ്താൽ 330 ലഭിക്കുമെന്ന് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു. n ടേംസിൻ്റെ ആകെ തുകയുടെ ബീജഗണിത രൂപം അഥവാ ഓൾജിബ്രായിക് ഫോം 2n² + 8n എന്നാകുന്നു. അങ്ങനെയെങ്കിൽ 2n² + 8n = 330 എന്ന് എഴുതാം. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യമാകുന്നു. 2n² + 8n = 330. ഇതിൽ 2 കോമൺ ആയിട്ടുള്ളത് കൊണ്ട് ഫുൾ ഇക്വേഷനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ n² + 4n = 165 എന്നാകുന്നു. എന്നിൻ്റെ കോഎഫിഷ്യൻറ്റിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ടതിൻ്റെ സ്ക്വയറിനെ ഇക്വേഷൻ്റെ 2 സൈഡിലും ആഡ് ചെയ്യുക. ഇവിടെ 4 എന്നിൻ്റെ കോഎഫിഷ്യൻറ്റ്. അതിനെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 2 എന്ന് കിട്ടുന്നു. ഇതിൻ്റെ സ്ക്വയർ 4 ആകുന്നു. ഇത് ഇക്വേഷൻ്റെ 2 സൈഡിലും ആഡ് ചെയ്യുക. അപ്പോൾ n² + 4n + 4 = 165 + 4 എന്ന് ലഭിക്കും. ഇനി ഇതിനെ a + b² എന്ന ഫോമിലേക്ക് മാറ്റുക. n + 2² എന്നാവും നമുക്ക് ലഭിക്കുക. n + 2² = 169. n + 2 = √169 ± 13 എന്ന് ലഭിക്കും. ഇതിനെ നമുക്ക് 2 ഇക്വേഷനാക്കി മാറ്റാം. n + 2 = -13 എന്നും n + 2 = +13 എന്നും. അപ്പോൾ n = -13 - 2 എന്നും n = 13 - 2 എന്നും വരുന്നു. ഇപ്പോൾ എന്നിന് 2 ആൻസറാണ് ലഭിക്കുക, 11 എന്നും -15 എന്നും. നമുക്കറിയാം പദങ്ങളുടെ എണ്ണം അഥവാ നമ്പർ ഓഫ് ടേംസ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. സോ ദി ആൻസർ ഈസ് 11. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ടേംസ് ടു ഗെറ്റ് 330 = 11.